Hello friends, welcome to the channel. Now, we will talk about Axis Bank 𝗏𝗀 credit card. Now, recently, limited period time, actually, we have a lifetime free card offer on 𝗏𝗀 credit card. This is 99% lifetime free credit card. Now, 1% profile actually 1% join fees ഉണ്ടാവും പിന്നെ ലൈഫ് ടൈം ആയിരിക്കും ചിലർക്ക് രണ്ടും ഉണ്ടായിരിക്കും അങ്ങനെ ഡിപെൻഡ്സ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ഒരു 99% ആൾക്കാർക്കും ഇപ്പോൾ LFT ആയിട്ടാണ് നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ 𝗏𝗀 ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാർഡ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് അല്ല നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് കയറി അപ്ലൈ ചെയ്യാം നമ്മുടെ ബാങ്ക് ത്രൂ ആണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മോസ്റ്റ്ലി ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല പിന്നെ ഒരു 720 740 above സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി പിന്നെ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ടും ബെനിഫിറ്റ് ആണ് നമ്മൾ ആക്ച്വലി പ്രൊമോഷൻ ബേസ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അപ്രൂവൽ റേറ്റ് കൂടുതലായിരിക്കും ഇങ്ങനത്തെ പ്രൊസീജിയറിൽ പിന്നെ നിങ്ങൾക്ക് ഡോക്യുമെന്റ് പിക്കപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഭയങ്കര കുറവാണ് അപ്പോൾ 750 above ഉള്ളവർക്ക് എന്തായാലും നോർമലി നമ്മുടെ എന്താ പറയുക ഡോക്യുമെന്റ് പിക്കപ്പും കാര്യങ്ങളൊന്നും ബാങ്ക് ത്രൂ ചെയ്യുമ്പോൾ ചോദിക്കാറില്ല കേട്ടോ അത് വേറെ കാര്യം പിന്നെ ഇതിന്റെ ഒരു ഇത് ആക്ച്വലി ഒരു എൻട്രി ലെവൽ കാർഡാണ് ആക്സിസ് ബാങ്കിന്റെ തന്നെ പക്ഷെ ഒരു ഷോപ്പിംഗ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പർപ്പസിൽ വരുന്ന ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത്യാവശ്യം നല്ല ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയട്ടെ പ്രത്യേകിച്ച് LFT ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ് ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് 4 കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ട് ഡൊമസ്റ്റിക് അതും ആനുവലി ആണ് പിന്നെ നമുക്ക് 1% ഫ്യൂൽ ചാർജ് വേ ഓഫ് കിട്ടുന്നുണ്ട് നമുക്ക് 1 year സോണി ലൈവ് സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ഓരോ കൊല്ലം സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് ഈ സോണി ലൈവ് സബ്സ്ക്രിപ്ഷൻ എനേബിൾ ആയിട്ട് വരും അതായത് റിന്യൂ ചെയ്ത് ഓട്ടോമാറ്റിക്കലി റിന്യൂ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലൈഫ് ടൈം സബ്സ്ക്രിപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമുക്ക് 40% നമ്മുടെ സ്വിഗ്ഗിയിൽ ഓഫർ കിട്ടുന്നുണ്ട് റെഗുലർ ആണ് അത് ഓഫർ ബേസ്ഡ് അല്ല റെഗുലർ ആയിട്ട് നമുക്ക് ഓഫർ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് Paytm മൂവീസ് കൂടെ നമുക്ക് buy one get one മൂവി ടിക്കറ്റ് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ 20% നമുക്ക് ഇവരുടെ ടൈപ്പ് ഉള്ള പാർട്ട്ണർഷിപ്പിലുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമുക്ക് ആക്ച്വലി നമ്മുടെ എന്താ പറയുക ഡിസ്കൗണ്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട് അത് ആക്സിസ് ബാങ്കിൻ്റെ എല്ലാ കാർഡിലും കിട്ടുന്നുണ്ട് അത് വേറെ കാര്യം പിന്നെ നമുക്ക് ഫ്യൂൽ സർചാർജ് വേ ഓഫ് നിങ്ങൾക്ക് അറിയായിരിക്കും 1% ഫ്യൂൽ സർചാർജ് വേ ഓഫ് കിട്ടുന്നുണ്ട് പക്ഷേ അത് 400 രൂപയുടെ മുകളിൽ അടിക്കുന്നുണ്ട് പെട്രോൾ എന്നാലേ കിട്ടുള്ളൂ അത് വേറെ കാര്യം പിന്നെ നമുക്ക് ഫീ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ആക്ച്വലി ആനുവൽ ഫീയും 500 വരുന്നുണ്ട് അതുപോലെ തന്നെ 500 പ്ലസ് GST അതുപോലെ തന്നെ ജോയിൻ ഫീസ് ആയാലും ആനുവൽ ഫീസ് ആയാലും 500 പ്ലസ് GST ആണ് വരുന്നത് കേട്ടോ എന്ന് വെച്ചാൽ അത് ഫ്രീ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടാത്തവർക്ക് ഞാൻ പറഞ്ഞത് പിന്നെ നമുക്ക് 2500 മുകളിലുള്ള ട്രാൻസാക്ഷൻ നമുക്ക് വേണമെങ്കിൽ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും 24 മാസം വരെ നമുക്ക് EMI കൺവേർട്ട് ചെയ്യാൻ പറ്റും നോ കോസ്റ്റ് EMI ഓഫേഴ്സും ചില പ്രോഡക്ട്സുകൾക്ക് നമുക്കതിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ പോയിന്റ്സും പറഞ്ഞു പിന്നെ നമുക്ക് 4 എഡ്ജ് റിവാർഡ് പോയിന്റ് കിട്ടും നമുക്ക് ബാക്കിയുള്ള നിങ്ങൾക്കറിയാം ആക്സിസ് ബാങ്കിൻ്റെ ഇതിൽ നമുക്ക് എഡ്ജ് റിവാർഡ് പോയിന്റ് വേറൊരു റിവാർഡ് പോയിന്റ് സിസ്റ്റം ഉണ്ട് അതിൽ നമുക്ക് 200 രൂപ വെച്ച് നമുക്ക് 200 രൂപയുടെ പർച്ചേസ് ആണെങ്കിൽ നമുക്ക് 4 റിവാർഡ് പോയിന്റ് എഡ്ജ് റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടും ആക്ച്വലി എഡ്ജ് റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ വേറെ റിഡംഷൻ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേറെ കാര്യം പിന്നെ നമുക്ക് ജിയോയിലാണെങ്കിൽ നമുക്ക് 600 രൂപ ഫ്ലാറ്റ് 600 രൂപയുടെ ഓഫ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതായത് 2000 രൂപയുടെ മുകളിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫറും കിട്ടുന്നുണ്ട് അപ്പോൾ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ ഒരു നല്ല കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമുക്ക് സ്വിഗ്ഗിയിലും ഇതിലൊക്കെ നമുക്ക് എല്ലാ മാസവും നമുക്ക് ഈ ഓഫർ കിട്ടും ലിമിറ്റഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ 120 above ആണ് ഒരു മാക്സിമം ഡിസ്കൗണ്ട് പറയുന്നത് നമുക്ക് 200 രൂപയാണ് നമുക്ക് മിനിമം സ്പെൻഡ് വരുന്നത് സ്വിഗ്ഗിയിലൊക്കെ ഞാൻ സ്വിഗ്ഗിയുടെ കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ buy one get one ആകുമ്പോൾ നമ്മൾ 200 രൂപയുടെ മുകളിൽ ട്രാൻസാക്ഷൻ നടത്തണം എന്നാലും നമുക്ക് Paytm മൂവീസ് നമുക്ക് buy one get one മൂവി ടിക്കറ്റ് ഓഫർ കിട്ടുള്ളൂ കേട്ടോ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് 150 ഒരു ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫർ കിട്ടില്ല അപ്പോൾ അതായത് ടോട്ടൽ എമൗണ്ട് 200 രൂപയുടെ മുകളിൽ വരണം എന്നാലും നമുക്ക് ഈ കാർഡും ഈ ഓഫർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഞാൻ പറഞ്ഞു തന്നത് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റേറ്റ് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഷോപ്പിംഗ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ വരുന്ന ഒരു കാറാണ് അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇത്രയധികം ഫീച്ചേഴ്സ് തരുന്നുണ്ട് പോരാത്തന്നെ ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സമയമാണ് ഞാൻ ഇതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ലൈഫ് ടൈം ഫ്രീ ലിമിറ്റഡ് പീരീഡ് ഓഫർ വന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അന്ന് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് 2 ദിവസം കൊണ്ട് ഒരു ഡോക്യുമെൻറ്റ് സംഭവങ്ങളിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബാങ്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്തത് അപ്പോൾ ആ കാർഡ് അന്ന് തൊട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ആ കാർഡ് അപ്പോൾ ലൈഫ് ടൈം ഫ്രീ കാർഡാണ് അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ ടൈമിൽ നിങ്ങൾക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓഫർ വൈസ് ആണ് ഇപ്പോൾ ആക്ച്വലി അവർ ഈ ഓഫർ കൊണ്ടുവന്നാൽ തന്നെ അതും പോരാണ് നമ്മൾ ബാങ്ക് ത്രൂ ചെയ്യുന്നത് അപ്പോൾ ഡയറക്റ്റ് ബാങ്കിൻ്റെ സൈഡിൽ കൂടെ ചെയ്യുന്നതായിട്ട് ഏറ്റവും നല്ലതാണ് ഇതുപോലെ എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള അവരുടെ ഇപ്പോൾ പ്രൊമോഷൻ ബേസ്ഡ് ചെയ്യുമ്പോൾ ആൾക്കാർ ഡയറക്റ്റ് ബാങ്ക് നിങ്ങൾക്കറിയാം ക്യാഷ് കറോടെ സൈറ്റാണ് അത് നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള സൈറ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കൂടെ ചെയ്യാം പിന്നെ പോരാത്തതിന് ആക്സിസ് ബാങ്കിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ വെബ്സൈറ്റിലേക്കാണ് ഫോർവേഡ് ചെയ്തതിൽ നമുക്ക് ബാങ്ക് ത്രൂ ആണ് ഫോർവേഡ് ചെയ്യുക പിന്നെ ഡോക്യുമെൻറ്റ് പിക്കപ്പോൾ കാര്യങ്ങളൊന്നും നോർമലി ഇതിൽ ചോദിക്കാറില്ല ബാങ്ക് ത്രൂ ചെയ്യുമ്പോൾ അത് ഒരു 99% ആൾക്കാർക്കും ചോദിക്കാറില്ല പിന്നെ ചിലവർക്ക് മാത്രം ഇവർ
നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസ് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇവരുടെ ബാങ്കിൻ്റെ അസോസിയേറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും കോൾ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു KYC പിക്കപ്പ് ചോദിക്കാറുണ്ട്. അതായത് ആധാർ കാർഡും പാൻ കാർഡും ചിലവർ ഡിജിറ്റലായിട്ട് ചെയ്ത് പോവും, ചിലവർ അതിൻ്റെ ഫോട്ടോ കോപ്പി ചോദിക്കാറുണ്ട്. പക്ഷേ ലിമിറ്റഡ് ആണ്, പക്ഷേ കുറവായിട്ട് ചോദിക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു കാർഡ്, അതായത് ലൈഫ് ടൈം ഫ്രീ കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ, അതായത് ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറ്റിയ സമയമാണ്, വേഗം കയറി അപ്ലൈ ചെയ്തോളാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് എന്താ പറയുക, ഫോളോ ചെയ്യല്ല, അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ ലേൺ വിത്ത് GH നമ്മൾ ചാനൽ തുടങ്ങിയതാണ്. അതിൽ നമ്മൾ ഫൈനാൻഷ്യൽ ന്യൂസും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. കാണാൻ മറക്കണ്ട, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ കണ്ടന്റ് തന്നെയായിരിക്കും. അപ്പോൾ അതും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം.